ഇന്ന് ഒരു അവിശ്വസനീയമായ ബഹിരാകാശ കഥയിലേക്ക് കടക്കാം. ബോയിങ് സ്റ്റാർലൈനർ എന്ന പേടകത്തിന്റെ യാത്രയും അതിന്റെ പിന്നിലെ വെല്ലുവിളികളും അമേരിക്കയുടെ ബഹിരാകാശ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതും. ഈ കഥയിൽ നാസയുടെ ഒരു പ്രധാന പദ്ധതിയായ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി ബോയിങ്ങും എലോൺ മസ്കിന്റെ സ്പേസ് എക്സും എങ്ങനെ മത്സരിക്കുന്നു എന്ന് കാണാം. 2024-ൽ സ്റ്റാർലൈനർ പേടകം ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് ഒരു വലിയ നേട്ടമായി തോന്നി. പക്ഷേ പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ ഈ യാത്രയെ ഒരു വലിയ പരീക്ഷണമാക്കി മാറ്റി. 9 മാസത്തിനു ശേഷം 2025 മാർച്ച് 19-ന് സുനിത സ്പേസ് എക്സിന്റെ ക്രൂ 9 പേടകത്തിൽ മടങ്ങി. ഈ സംഭവം ബോയിങ്ങിന്റെ ഭാവിയെ ചോദ്യം ചെയ്യുകയും സ്പേസ് എക്സിന്റെ ആധിപത്യത്തെ ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. ഈ കഥയിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങാം. ബോയിങ് എന്നത് ഒരു പഴയകാല അമേരിക്കൻ ബഹിരാകാശ കമ്പനിയാണ്. 1916-ൽ സ്ഥാപിതമായത്. ദശകങ്ങളായി വിമാനങ്ങളും റോക്കറ്റുകളും നിർമ്മിച്ച് ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു നാഴികക്കല്ലായി നിന്നു. 2014-ൽ നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാം പ്രകാരം ബോയിങ്ങിന് $4200 മില്യൺ ലഭിച്ചു സ്റ്റാർലൈനർ എന്ന പേടകം വികസിപ്പിക്കാൻ. ഈ പദ്ധതിയുടെ ലക്ഷ്യം ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്വകാര്യ പേടകങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നു. 2017-ന് മുമ്പ് സ്റ്റാർലൈനർ പ്രവർത്തനക്ഷമമാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും പലവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് വൈകി. 2019-ലെ ആദ്യ പരീക്ഷണ വിക്ഷേപണം പരാജയപ്പെട്ടു. പേടകം ഭ്രമണപഥത്തിൽ എത്തിയില്ല. 2022-ൽ രണ്ടാമത്തെ പരീക്ഷണം വിജയിച്ചെങ്കിലും 2024 ജൂൺ 5-ന് സുനിത വില്യംസും ബച്ച് വിൽമോറും ഉൾപ്പെട്ട ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് പുതിയ വെല്ലുവിളികൾ കൊണ്ടുവന്നു. ഈ ദൗത്യം ഒരാഴ്ച മാത്രം നീണ്ടുനിൽക്കേണ്ടതായിരുന്നു. പക്ഷേ പേടകത്തിന്റെ ഹീലിയം ചോർച്ചയും ത്രസ്റ്റർ തകരാറുകളും കാരണം യാത്രികർ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി. ഹീലിയം എന്ന വാതകം പേടകത്തിന്റെ പ്രൊപ്പൽഷൻ സംവിധാനത്തിന് അത്യാവശ്യമാണ്. അത് ചോർന്നപ്പോൾ ത്രസ്റ്ററുകൾ ശരിയായി പ്രവർത്തിച്ചില്ല. ഈ തകരാറുകൾ പേടകത്തിന്റെ സുരക്ഷിതമായ മടക്കയാത്രയെ സംശയത്തിലാക്കി. നാസയും ബോയിങ്ങും മാസങ്ങളോളം പരിശോധനകൾ നടത്തി. ജൂലൈയിൽ ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ്സ് ടെസ്റ്റ് ഫെസിലിറ്റിയിൽ ത്രസ്റ്ററുകൾ പരീക്ഷിച്ചു. പക്ഷേ ചൂട് കാരണം ടെഫ്ലോൺ സീലുകൾ വികലമായി. പ്രൊപ്പല്ലന്റ് ഒഴുക്ക് തടസ്സപ്പെട്ടു. 2024 സെപ്റ്റംബർ 6-ന് സ്റ്റാർലൈനർ യാത്രികരില്ലാതെ തിരിച്ചെത്തി ന്യൂ മെക്സിക്കോയിൽ സുരക്ഷിതമായി ഇറങ്ങി. ഈ സംഭവം ബോയിങ്ങിന് ഒരു വലിയ തിരിച്ചടിയായി. $1600 മില്യൺ നഷ്ടവുമുണ്ടാക്കി. സ്റ്റാർലൈനർ പേടകം 7 യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ളതാണ്. പക്ഷേ നാസ ദൗത്യങ്ങളിൽ 4 പേർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ പേടകം പുനരുപയോഗിക്കാവുന്നതാണ്. 10 തവണ വരെ ഉപയോഗിക്കാം. ഓരോ ദൗത്യത്തിനും ഇടയിൽ 6 മാസം വിശ്രമം ആവശ്യമാണ്. എന്നാൽ ഈ സാങ്കേതിക തകരാറുകൾ കാരണം നാസയ്ക്ക് സ്റ്റാർലൈനറിനെ പൂർണ്ണമായി സർട്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. 2025 മാർച്ച് 19 വരെയുള്ള വിവരങ്ങൾ പ്രകാരം സ്റ്റാർലൈനറിന്റെ അടുത്ത വിക്ഷേപണത്തിന് തീയതി നിശ്ചയിച്ചിട്ടില്ല. ഈ പരാജയങ്ങൾ ബോയിങ്ങിന്റെ പ്രതിച്ഛായയെ മങ്ങലാക്കി. അവരുടെ എഞ്ചിനീയറിംഗ് മികവിനെ ചോദ്യം ചെയ്യപ്പെട്ടു. അതേസമയം സ്പേസ് എക്സ് ഈ അവസരം ഉപയോഗിച്ച് നാസയുടെ പ്രധാന പങ്കാളിയായി മാറി. ബോയിങ്ങിനെ പിന്തള്ളി മുന്നേറി. എലോൺ മസ്ക് 2002-ൽ സ്ഥാപിച്ച സ്പേസ് എക്സ് ഒരു പുതിയ തലമുറയുടെ ബഹിരാകാശ കമ്പനിയാണ്. 2014-ൽ നാസയിൽ നിന്ന് $2600 മില്യൺ ലഭിച്ച് ഡ്രാഗൺ പേടകം വികസിപ്പിക്കാൻ തുടങ്ങി. ബോയിങ്ങിനെ അപേക്ഷിച്ച് കുറഞ്ഞ തുകയിൽ തുടങ്ങിയെങ്കിലും സ്പേസ് എക്സ് 2020 മുതൽ വിജയകരമായ ദൗത്യങ്ങൾ നടത്തുന്നു. 2020 മെയ് 30-ന് ഡെമോ 2 ദൗത്യത്തിൽ ഡ്രാഗൺ പേടകം ആദ്യമായി യാത്രികരെ ബഹിരാകാശ നിലയത്തിലെത്തിച്ചു. അതിനുശേഷം 2025 മാർച്ച് വരെ 9 ക്രൂ ദൗത്യങ്ങൾ പൂർത്തിയാക്കി നാസയുടെ വിശ്വസനീയ പങ്കാളിയായി മാറി. ബോയിങ് പരാജയപ്പെട്ടപ്പോൾ സ്പേസ് എക്സ് സ്റ്റാർലൈനർ യാത്രികരായ സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും 2025 മാർച്ച് 19-ന് ഭൂമിയിലേക്ക് മടക്കി. ഡ്രാഗൺ പേടകം ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കപ്പെടുന്നു. കടലിൽ സ്പ്ലാഷ്ഡൌൺ വഴി തിരിച്ചെത്തുന്നു. ഈ പേടകവും പുനരുപയോഗിക്കാവുന്നതാണ്. ബോയിങ്ങിനെപ്പോലെ സങ്കീർണമായ ഭൂമി ലാൻഡിംഗ് ആവശ്യമില്ല. സ്പേസ് എക്സ് ചെലവ് കുറഞ്ഞ രീതികൾ ഉപയോഗിക്കുന്നു. റോക്കറ്റുകൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ പണം ലാഭിക്കുന്നു. 2024-ൽ 148 വിക്ഷേപണങ്ങൾ ലക്ഷ്യമിട്ടു. അതിൽ പകുതിയിലധികം സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾക്കായിരുന്നു. 2024 സെപ്റ്റംബർ 15-ന് പോളാരിസ് ഡോൺ ദൗത്യത്തിൽ ഡ്രാഗൺ പേടകം ആദ്യ വാണിജ്യ ബഹിരാകാശ നടത്തം നടത്തി. 4 സാധാരണക്കാരെ ബഹിരാകാശത്ത് എത്തിച്ചു. ഈ വിജയങ്ങൾ സ്പേസ് എക്സിന്റെ സാങ്കേതിക മികവിനെ കാണിക്കുന്നു. ബോയിങ്ങിനെ വളരെ പിന്നിലാക്കി. സ്പേസ് എക്സിന്റെ ദൗത്യങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായും നടക്കുന്നു. 2024 സെപ്റ്റംബർ 28-ന് ക്രൂ 9 ദൗത്യം വിക്ഷേപിച്ചു. നിക്ക് ഹേഗിനെയും അലക്സാണ്ടർ ഗോർബുനോവിനെയും ബഹിരാകാശ നിലയത്തിലെത്തിച്ചു. ഈ ദൗത്യത്തിൽ സ്റ്റാർലൈനർ യാത്രികർക്കായി 2 സീറ്റുകൾ ഒഴിച്ചിട്ടു. 2025 മാർച്ച് 19-ന് അവർ ഭൂമിയിലെത്തി. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്ലീറ്റിൽ 5 പേടകങ്ങളുണ്ട്. എൻഡവർ, എൻഡ്യൂറൻസ്, ഫ്രീഡം, റെസിലിയൻസ്, പിന്നെ ഒരു പുതിയ പേടകം.
ഈ വൈവിധ്യം നാസയ്ക്ക് കൂടുതൽ ഓപ്ഷനുകൾ നൽകുന്നു. ബോയിങ് പിന്മാറിയപ്പോൾ സ്പേസ് എക്സ് ഈ വിടവ് നികത്തി അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതികളെ മുന്നോട്ട് നയിച്ചു. എലോൺ മസ്കിന്റെ വേഗത്തിൽ നീങ്ങുക, പരാജയങ്ങൾ സ്വീകരിക്കുക എന്ന തത്വം സ്പേസ് എക്സിനെ ഒരു ലോകനേതാവാക്കി മാറ്റി. ബോയിങ്ങും സ്പേസ് എക്സും തമ്മിലുള്ള മത്സരം അമേരിക്കയുടെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. ബോയിങ് പരമ്പരാഗതമായ ഒരു കമ്പനിയാണ്, ദശകങ്ങളുടെ പാരമ്പര്യവും അനുഭവവുമുണ്ട്. 2014 നാസ ബോയിങ്ങിനെ കൂടുതൽ വിശ്വസനീയമായി കണ്ടു. അതിനാലാണ് അവർക്ക് $4200 മില്യൺ നൽകിയത്. സ്പേസ് എക്സിന് $2600 മില്യൺ മാത്രം നൽകി. എന്നാൽ ബോയിങ്ങിന്റെ പരമ്പരാഗത സമീപനം സ്റ്റാർലൈനർ പദ്ധതിയിൽ തടസ്സമായി. മാനേജ്മെന്റ് പ്രശ്നങ്ങളും എഞ്ചിനീയറിംഗ് പിഴവുകളും കാരണം പദ്ധതി വൈകി. 2025 ഫെബ്രുവരി വരെ $2000 മില്യൺ അധിക ചെലവ് വന്നു. സ്റ്റാർലൈനർ ഭൂമിയിൽ എയർബാഗുകളോടെ ഇറങ്ങുന്ന രീതി സങ്കീർണമാണ്. ഇത് പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു. സ്പേസ് എക്സ് ഒരു ആധുനിക സമീപനം സ്വീകരിച്ചു. സ്റ്റാർട്ടപ്പ് മനോഭാവവുമായി മുന്നോട്ടു പോയി. അവർ കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ പ്രവർത്തിച്ചു, പുനരുപയോഗക്ഷമതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഡ്രാഗൺ പേടകം കടലിൽ ഇറങ്ങുന്നത് ലളിതവും സുരക്ഷിതവുമാണ്. അപ്പോളോ ദൗത്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. 2022 സ്പേസ് എക്സിന്റെ കരാർ $4900 മില്യൺ ഉയർന്നു. 8 അധിക ദൗത്യങ്ങൾ ഉൾപ്പെടുത്തി. ബോയിങ്ങിന് 6 ദൗത്യങ്ങൾ മാത്രമാണ് നാസ ഓർഡർ ചെയ്തത്, അതും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്പേസ് എക്സിന്റെ വിജയം അവരുടെ നൂതനത്വത്തിന്റെയും വേഗതയുടെയും ഫലമാണ്. ബോയിങ്ങിന്റെ പരാജയം പഴയ രീതികളിൽ ഉറച്ചുനിന്നതിന്റെ ഫലവും. 2025 സ്പേസ് എക്സ് 15 ക്രൂ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്നു. ബോയിങ്ങിന് ഒന്നുപോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ താരതമ്യം നാസയുടെ തന്ത്രത്തിന്റെ ഒരു പ്രധാന വശം കാണിക്കുന്നു. 2 വ്യത്യസ്ത പേടകങ്ങൾ ഉണ്ടായിരിക്കുക എന്നത്. ഒരെണ്ണം പരാജയപ്പെട്ടാൽ മറ്റൊന്ന് ഉപയോഗിക്കാം എന്നതാണ് ഈ ഡിസ്സിമിലർ റിഡൻഡൻസി എന്ന ആശയം. ബോയിങ് പിന്മാറിയപ്പോൾ സ്പേസ് എക്സ് ഈ വിടവ് നികത്തി ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രകൾ തുടർന്നു. എന്നാൽ സ്പേസ് എക്സിന്റെ ആധിപത്യം ചില ആശങ്കകളും ഉയർത്തുന്നു. എലോൺ മസ്കിന്റെ വിവാദ പെരുമാറ്റവും സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളിലൂടെയുള്ള നിയന്ത്രണവും അമേരിക്കയുടെ ബഹിരാകാശ ആശ്രയത്വത്തെ ഒരു കമ്പനിയിൽ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ബോയിങ് പൂർണ്ണമായി പിന്മാറിയാൽ സ്പേസ് എക്സിന്റെ ഏകാധിപത്യം ഒരു അപകടമായേക്കാം. ഈ സന്തുലനം നിലനിർത്താൻ നാസ ശ്രമിക്കുന്നു. ബോയിങ്ങിനെ പിന്തുണയ്ക്കുന്നത് തുടരുന്നു. ബോയിങ് സ്റ്റാർലൈനറിന്റെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. 2024 ആഗസ്റ്റിൽ നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ പറഞ്ഞു, ബോയിങ്ങിന്റെ പുതിയ സിസ്റ്റർ ഒക്കെല്ലി ഓട്ട്ബെർഗ് പദ്ധതി തുടരാൻ പ്രതിജ്ഞാബദ്ധനാണ്. എന്നാൽ ഒക്ടോബറിൽ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു, ബോയിങ് സ്റ്റാർലൈനർ ഉൾപ്പെടെ ചില ബഹിരാകാശ പദ്ധതികൾ വിൽക്കാൻ ആലോചിക്കുന്നു. 2025 മാർച്ച് 19 വരെ അടുത്ത വിക്ഷേപണത്തിന് പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല. സ്റ്റാർലൈനർ സർട്ടിഫിക്കേഷന് വേണ്ടി നാസയും ബോയിങ്ങും കൂടുതൽ പരിശോധനകൾ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇത് എത്രകാലം എടുക്കുമെന്ന് വ്യക്തമല്ല. ബോയിങ്ങിന്റെ വിമാന നിർമ്മാണ വിഭാഗവും പ്രതിസന്ധിയിലാണ്. 737 മാക്സ് വിമാനങ്ങളിലെ അപകടങ്ങൾ കമ്പനിയുടെ പ്രതിച്ഛായയെ തകർത്തു. ഈ സാഹചര്യത്തിൽ സ്റ്റാർലൈനർ പദ്ധതി ഉപേക്ഷിക്കപ്പെടുമോ എന്ന് സംശയമുണ്ട്. നാസയ്ക്ക് ബോയിങ്ങിനെ പിന്തുണക്കാൻ ഒരു കാരണമുണ്ട്: സ്പേസ് എക്സിനെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കുക. ബോയിങ് പിന്മാറിയാൽ അമേരിക്കയുടെ ബഹിരാകാശ യാത്രകൾ സ്പേസ് എക്സിന്റെ കൈകളിൽ മാത്രമാകും. എലോൺ മസ്കിന്റെ നിലപാടുകളും സ്റ്റാർലിങ്കിന്റെ നിയന്ത്രണവും അമേരിക്കൻ സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നു. 2025 സ്റ്റാർലൈനർ വീണ്ടും വിജയിച്ചാൽ ബോയിങ്ങിന് തിരിച്ചുവരവ് സാധ്യമാണ്. പക്ഷേ അതിന് വലിയ നിക്ഷേപവും സാങ്കേതിക പരിഹാരങ്ങളും വേണം. നാസ 2030 വരെ ബഹിരാകാശ നിലയത്തിന് പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. സ്പേസ് എക്സിന് 14 ബോയിങ്ങിന് 6 ദൗത്യങ്ങൾ നൽകി. എന്നാൽ ബോയിങ്ങിന്റെ പങ്ക് കുറഞ്ഞാൽ സ്പേസ് എക്സിന്റെ ആധിപത്യം വർദ്ധിക്കും. ഇത് ഭാവിയിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്താം. ഈ കഥ ബഹിരാകാശ പര്യവേഷണത്തിന്റെ സങ്കീർണതയും മത്സരവും കാണിക്കുന്നു. ബോയിങ്ങിന്റെ പരാജയവും സ്പേസ് എക്സിന്റെ വിജയവും അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതികളെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നു. സുനിത വില്യംസിന്റെ യാത്ര ഈ മാറ്റത്തിന്റെ ഒരു പ്രതീകമാണ്. ഒരു പേടകത്തിൽ പോയി മറ്റൊന്നിൽ മടങ്ങി. ഈ വിഷയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.